ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഈദ് വീഡിയോ ആണ് കേട്ടോ. ഈദിൻ്റെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലെ ഇന്നലെ പതിവ് പോലെ തന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മൈലാഞ്ചിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ റഫീക്ക പള്ളിയിലേക്ക് പോയിട്ട് അപ്പം ഞാനും എൻ്റെ കുളിയും ഫ്രഷാകലും ഒക്കെ കഴിഞ്ഞിട്ട് നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈദ് രാവിലെ നമ്മൾ ഈ അപ്പം ചുടലും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മഗ്‌രിബിൻ്റെ ആ ഒരു സമയത്ത് തന്നെ തലേ ദിവസം അപ്പം ചുടലും കാര്യങ്ങളൊക്കെ വേഗം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നേ. ഓക്കെ. നല്ല രസമല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും അല്ലേ കൂടുതലുള്ള പോലെ ഉണ്ട്. അത് മതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടതേ ഇങ്ങോട്ട് പുല്ലിലേക്കൊക്കെ അല്ലേനോ, പക്ഷെ ഇതിങ്ങനെ. അപ്പോൾ അപ്പം ചൂടലും നോമ്പ് തുറക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമ്മൾ ലൈറ്റൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് രാത്രിയിൽ. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ലൈറ്റൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഫാൻസിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇത് രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഫാൻസിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതും. ഇനി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, മാഷാഅല്ലാ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ലൈറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ കൂടിയിട്ട് ആ കറക്റ്റ് ആ ഒരു ഈദ് വൈബ് നമുക്ക് കിട്ടും കേട്ടോ. രാത്രിയിൽ നല്ല രസമാണ്. ബാക്കി ലൈറ്റൊക്കെ പുറത്തത്തെ എല്ലാം ഓഫാക്കി ഇത് മാത്രം മതി കേട്ടോ. നമ്മൾ ഈ ഒരു ലൈറ്റ് ഓഫ് ആക്കൂല കേട്ടോ. ഇന്നും നാളെയും നമ്മളെ വീട്ടിൽ മുഴുവനായിട്ട് ഈ ലൈറ്റ് തന്നെയായിരിക്കും മുറ്റത്ത് ഉണ്ടാവുക. അപ്പോൾ ലൈറ്റ് അങ്ങനെ കുറേ നേരം നോക്കി നിൽക്കാൻ പറ്റില്ല. നമുക്ക് ബാക്കി നാളത്തേക്കുള്ള അതായത് ഇതിൻ്റെ അന്നത്തേക്കുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതാ ഞാൻ ബീഫ് ആദ്യം തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് വേവിച്ച് വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെ വെക്കും. എന്നിട്ട് നാളെ ഇങ്ങനെ ചട്ടിയിലിട്ടിട്ട് അങ്ങനെ ഉണക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ അതിലേക്കായിട്ട് മുളക് പൊടി, ഇത് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്. മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് ഉലുവ, ഇത്രയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ പെരുന്നാൾക്ക് സത്യം പറഞ്ഞാൽ ആരും ബീഫ് ചിലർ വാങ്ങുകയില്ല കേട്ടോ. പിന്നെ നമ്മളൊരു പേരിന് വേണ്ടിയിട്ട്, കാരണം നമുക്ക് പുറത്തുനിന്നുള്ള ഗസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ഹിന്ദുസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ബീഫ് വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ബീഫ് വാങ്ങുന്നത്. അല്ലാണ്ട് നമുക്ക് ഈ പെരുന്നാളിന് ശരിക്കും ഒലിയത്തിൻ്റെ ബീഫ് എന്തായാലും ആവശ്യത്തിന് അതിൽ കൂടുതലും ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ അന്നും കൂടെ ബീഫ് കഴിക്കാൻ നിൽക്കില്ല. അപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. വാങ്ങുന്നവരാണെങ്കിൽ വളരെ കുറച്ചല്ലേ വാങ്ങുള്ളൂ. അങ്ങനെ നമ്മളും ചെറിയൊരു അളവ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ വരട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ നാളെ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അതിലേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പായസത്തിലേക്കുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് വേണം എനിക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കാനും. എന്തൊക്കെ ഒരുക്കി വെച്ചാലും ഇല്ലേ ആ ഒരു രാത്രി എങ്ങനെയാ സമയം പോകാമെന്നറിയില്ല കേട്ടോ. ഒരുക്കി വെക്കുക മാത്രമല്ല, പിന്നെ നമുക്ക് കിച്ചൺ ക്ലീനിങ്ങും കൂടെ ഉണ്ട്. ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കിച്ചൺ ക്ലീൻ ആക്കിയിട്ടിട്ടല്ലേ നമ്മൾ പോവുക. എന്നാലേ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ പിന്നെയും നമുക്ക് വേഗം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ.
അതിന് വെയിലുള്ളില്ല. ശരി. അപ്പോൾ ഈ ഒരു സമയം ഞാൻ കട്ടിങ് അങ്ങനത്തെ ഉള്ളി തക്കാളി അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്ത് വെക്കലും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഈദ് പറയാൻ വേണ്ടിയിട്ട് ഈദ് മുബാറക്ക് പറയാൻ വേണ്ടിയിട്ട് ഫോൺ ഓരോരുത്തർ വിളിക്കൂലേ അതും കൂടിയാണ് കേട്ടോ ഇപ്പം നടക്കുന്നത്. ഇത് ക്യാരറ്റ് എനിക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. വേവിക്കൽ നാളെ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നാളെ പെട്ടെന്ന് തന്നെ വേവിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ക്രഷ് ചെയ്ത് വെക്കുക അതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. ഇനി അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് ശരിക്കും ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല. എയർ ടൈറ്റ് ആയിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി. പക്ഷെ ഞാൻ എന്തായാലും സ്പേസ് ഉള്ളത് കൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതെന്ന് മാത്രം. നമ്മൾ എന്തായാലും നാളെ രാവിലെ നേരത്തെ തന്നെ പണികളൊക്കെ ചെയ്യുമല്ലോ. സാധാരണത്തെ പോലെ നമ്മൾ വൈകിപ്പിക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്പേസ് ഒന്നും ഇല്ലാത്തവർ ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ഒരുക്കി ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബീഫും വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ ബീഫൊക്കെ വെന്ത് വന്ന് ഞാൻ വറ്റിച്ചട വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കാര്യം നാളെ ചെയ്യുള്ളൂ. ഇപ്പോൾ എന്താ നമ്മളെ ഷാനു വന്നിട്ടുണ്ട്. ഞങ്ങൾ മൈലാഞ്ചി ഇരട്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ പെരുന്നാളുടെ ഒരു വലിയ പാർട്ട് തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും ഈ വീഡിയോ ഒക്കെ ഇപ്പം എനിക്ക് കാണുമ്പോൾ ഇല്ലേ നമ്മൾ ചെറുപ്പത്തിലേ ഈ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാണാം. അന്ന് നമുക്ക് പിന്നെ ഉത്തരവാദിത്വങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. മൈലാഞ്ചി ഇടുക, പുതിയ ഡ്രസ്സ് വാങ്ങുക, അല്ലെങ്കിൽ അത് മാറ്റുക, കുളിക്കുക, മാറ്റുക, നല്ല ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അടുത്ത വീട്ടിലേക്ക് പോവുക, ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടുതൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട കുറച്ച് പണികളും കാര്യങ്ങളും അത് വേറെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിവിടെ മൈലാഞ്ചി ഇടാൻ തുടങ്ങിയപ്പോൾ റഫീക്ക് അത് അവിടെ എൻ്റെ ഡ്രസ്സില്ലേ ഈദ് ഡ്രസ്സ് ഞാൻ തയ്പ്പിച്ചതല്ല അല്ലാതെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ സ്റ്റോണിൻ്റെ വർക്കാണ് വരുന്നത്. അപ്പോൾ ഒരു 3/4 കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഓപ്പൺ ആട്ടോ. അപ്പോൾ ആ ഓപ്പൺ നമുക്ക് വേണ്ട, ഫുൾ സ്ലീവ് വേണം. അതുള്ളത് കൊണ്ട് അതവിടെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ റഫീക്ക് അതിങ്ങനെ തുന്നിയിട്ട് അതിങ്ങനെ പിടിപ്പിക്കുക കേട്ടോ അവിടെ. അപ്പോൾ അത് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആൾ ഉറങ്ങൂല, കുറച്ച് പണി ഉണ്ട് അവിടെ. ഞാനിത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇതാ നമ്മൾ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷാനു മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് കയറിയിട്ട് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ റഫീക്ക് പള്ളിയിൽ നിന്നൊക്കെ വന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഞാൻ സേമിയ ക്യാരറ്റ് പായസമാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളത് ആ ചെറിയ അളവിൽ. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനൊരു 5 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 300 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് സേമിയാണ്, എന്നാലും ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ അങ്ങനെ കേട്ടോ ഉണ്ടാക്കാറ്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. സേമിയ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വെറുതെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തു. കളർ ചേഞ്ചൊന്നും ആക്കുന്നില്ല. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതായത് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഉപ്പൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒറ്റ വിസിൽ കേട്ടോ. അത് എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്കും നമ്മൾ സേമിയ നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ടാവുമേ. അപ്പോൾ പാലവിടെ റഫീക്ക നോക്കിക്കോളും. ഞാൻ സേമിയ അതാ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റില്ലേ, ക്യാരറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ പാല് തിളച്ച് വരുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് സേമിയയും അതുപോലെ തന്നെ ക്യാരറ്റും കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. ക്യാരറ്റ് വേവിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട്
ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പാല് തിളക്കുമ്പോഴത്തേക്കൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പായസം പെട്ടെന്ന്, പിന്നെ മിക്സിങ്ങും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ നല്ല ടേസ്റ്റുള്ള പായസം നമുക്ക് കിട്ടുമേ. പക്ഷെ അപ്പൊ അടിയിൽ പിടിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. ഇത് കറക്റ്റ് അടിയാകും. ചെമ്പിന് കുഴപ്പമില്ലല്ലോ. ഇതും പറയും ഇതേതാ മാങ്ങ? നീല നല്ലതാ. മല്ലി കിട്ടില്ല. അപ്പം ഞാൻ ഷാനുവിൻ്റെ മൈലാഞ്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോൾ അവർ വയനാട് എവിടെ വേണമെങ്കിലും വന്നിട്ട് മൈലാഞ്ചി ഇട്ട് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ പേജ് എന്തായാലും ഫോളോ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ നമ്മളെ പാലവിടെ തിളക്കാനാകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാപ്പിയും കൂടെ വെച്ചു കേട്ടോ. ഇത് ഒരു ഈദിൻ്റെ നമ്മുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഈദിൻ്റെ അന്ന് രാവിലെ ഈ ഒരു നമ്മൾ തലേ ദിവസം ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രമല്ലേ, ആ പാത്രത്തിൽ തന്നെ ബാക്കി ശർക്കരയും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കേട്ടോ പറയാം. ഒരു ശർക്കര കാപ്പി ഉണ്ടാക്കും, വെള്ളം ഇട്ടിട്ടുള്ള ആ ഒരു കാപ്പിയും അപ്പവും ഉണ്ണിയപ്പവും രാവിലെ കഴിക്കൂട്ടോ. അതാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മളെ വലിയൊരു വിശപ്പകറ്റുക അതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പ്രസക്തി ഇല്ല, എന്നാലും ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കൂട്ടോ. റഫീക്ക മൈതാനിയിൽ പോയതാട്ടോ, ഉപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ ഖബറിൻ്റെ അടുത്ത്. അത് എല്ലാ പെരുന്നാളിലും ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ നമ്മളെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ പള്ളി കഴിഞ്ഞിട്ടല്ല കേട്ടോ, അപ്പോൾ റഫീക്ക രാവിലെ തന്നെ പോവുകയാണ് ചെയ്യാം. ഒരു 6 മണിയാകുമ്പോഴത്തേക്കും പോവേ. അപ്പോൾ ഇതാ നമ്മളെ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റഫീക്ക വരുമ്പോഴത്തേക്കും എൻ്റെ പായസമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കണം. എന്നിട്ട് പിന്നെ ബാക്കി റൈസിൻ്റെ കാര്യങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സേമിയ വെന്ത് വന്നപ്പം ഞാനതിലേക്ക് അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണ്ട. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. പാല് കുറച്ച് ഇതിലേക്ക്, അതിൽ നിന്ന് പാൽ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ട് അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ. ഇനി മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകം നോക്കിയിട്ട് മധുരമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ക്യാരറ്റിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരളവും ഇല്ല കേട്ടോ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കുറഞ്ഞാലും കൂടിയാലും ഒന്നും കുഴപ്പമില്ല. പാലും ഒക്കെ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കേട്ടോ. സേമിയ പിന്നെ അറിയാമല്ലോ, ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച്. ഇനി നമ്മുടെ ക്യാരറ്റ് അരച്ചിട്ട് സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് അതിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ ക്യാരറ്റ് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തു. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ, നല്ല കറക്റ്റ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കുറുകലും കാര്യങ്ങളൊക്കെ. ഇനി ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് സേമിയല്ലേ ഒന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 1-2 കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കട്ടെ. കുറച്ച് ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കപ്പൊടി ഇങ്ങനത്തെ പായസത്തിലൊന്നും ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൊണ്ടും അതിൻ്റെ ടേസ്റ്റ്. ചെറുതായിട്ട് കുറച്ച് ഏലക്കപ്പൊടി, ഇതിപ്പോൾ ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ച ഏലക്കപ്പൊടിയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂടിയിട്ടാണ് ഇത്ര അളവ് വരുന്നത്, കുറഞ്ഞ അളവ് മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് വറവും കൂടെ ഇട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പായസം. ഞാൻ കുറച്ച് പച്ച നെയ്യ് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ചേർത്ത് കൊടുത്തത് അതാണ് കേട്ടോ. പിന്നെ ഒന്ന് വറവും കൂടെ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നെയ്യ് ചേർക്കുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഞാൻ ഇതിന് നിങ്ങൾക്ക് തന്നിട്ടുള്ള മാമ്പഴ പായസം ചിലരൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് വന്നു എന്ന് പറഞ്ഞു. പക്ഷേ ചിലരൊക്കെ അവർക്ക് ഫ്ലോപ്പായിട്ട് പോയി, പാല് പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലും മാങ്ങയിട്ടിട്ട് തിളപ്പിക്കരുതെന്ന് കേട്ടോ. പിന്നെ നിങ്ങൾ ചിലപ്പം തിളപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളെ പാല് തിളച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾ ഫ്ലെയിമൊന്നും കുറക്കാതെ ഒന്നും ആറാതെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും. അതും കാരണമാവാട്ടോ. കാരണം തിളച്ചുകൊണ്ടിരിക്കുന്ന പാലല്ലേ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴും അതിന് ഒരു പിരിയാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം ഞാൻ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സമയത്തൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് എൻ്റെ മാങ്ങാൻ്റെ മിക്സ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ പാല് തിളച്ചു
അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു പിരിയൽ വന്നിട്ടുണ്ടാവുക കേട്ടോ. കറക്റ്റ് അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ പിരിച്ചലും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല കേട്ടോ. കുറേ പേർക്ക് നന്നായിട്ട് വന്നല്ലോ. അപ്പോൾ അവിടെ ഒരു ചെറിയ ഫാൾട്ട് എവിടെയോ നിങ്ങളത് വന്നു, അതുകൊണ്ടാണല്ലോ ഫ്ലോപ്പായിട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ റഫീഖാൻ്റെ ഡ്രസ്സൊക്കെ പള്ളിയിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇതാ റഫീഖ് ഇപ്പോൾ അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഇതാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗ്രീൻ കളർ ചുരിദാർ എനിക്ക് വേണമെന്നുണ്ട്, ഞാൻ ക്ലോത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് കേട്ടത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇനി എൻ്റെ ടേബിൾ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഡൈനിങ് ടേബിൾ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്ത ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് ചെറിയൊരു ചേഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഫ്ലവർ വേസും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടുണ്ട്. പിന്നെ ടേബിൾ റണ്ണറൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു ടേബിൾ. ഞാൻ ഇന്നലെ തുടച്ച് ക്ലീൻ ചെയ്തായിരുന്നു, എന്നാലും ഫുഡൊക്കെ കഴിക്കാനുള്ളതല്ലേ, ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ടേബിൾ റണ്ണറൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാത്തിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതാണ്, ഉള്ളതിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഫ്ലവർ വേസ് ഇല്ലേ, ഇതൊരു എന്താ പറയുക, ഈ ബ്രാസിൻ്റെ ഒക്കെ തോന്നുന്നു ഒരു ഗോൾഡൻ ആ ഒരു തീമിലാട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എല്ലാം ഒരു ഗോൾഡൻ തീമിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു ലൈറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളെ കയ്യിലുള്ള തന്നെ ആ ഒരു ഫ്ലവർ തന്നെയാട്ടോ ഞാൻ വെക്കുന്നത്. പിന്നെ നമ്മളെ ടേബിളിൻ്റെ പ്ലേസ് മാറ്റും, അതുപോലെ തന്നെ നമ്മളെ ക്രോഷ്യോൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ സംഭവമല്ലേ, ആ ഒരു വൈറ്റ്, അതും കൂടെ ഒന്ന് വെച്ച് ടേബിളൊന്ന് മൊത്തത്തിലൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിനൊക്കെ ഇങ്ങനൊരു എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കി എടുക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും ടേബിളൊക്കെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക, ഭയങ്കരമായിട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങി അങ്ങനെയല്ല. നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട്, നിങ്ങൾക്കറിയാം ഞാൻ ആദ്യം മണി പ്ലാന്റ് വെച്ചിട്ടും എൻ്റെ കയ്യിലുള്ള ഐറ്റം വെച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് വെക്കുക, അത്ര തന്നെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഞാൻ ടേബിളൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ പണിയുണ്ട്. അപ്പോൾ നമ്മൾ കല്യാണിച്ചി വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണിച്ചി മുറ്റമൊക്കെ അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ എന്തായാലും കല്യാണിച്ചിനെ വിളിക്കും കേട്ടോ. അപ്പോൾ പാത്രം കഴുകലും മുറ്റടിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ കല്യാണിച്ചി അങ്ങ് ചെയ്തോളും. എല്ലാം കൂടെ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല. കാരണം ആളുകൾ വരുമ്പം എനിക്ക് വീഡിയോ എടുക്കണം, ഫുഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ വീടൊരുക്കൽ എല്ലാം കൂടെ വരില്ലേ. എന്നാൽ തന്നെ ഇന്നലെ ഞാൻ തുടക്കൽ വീടൊരുക്കലും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ബെഡ്ഷീറ്റ് വിരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ പോലും ഞാൻ ഇന്നത്തേക്ക് വെക്കാറില്ല. അതെല്ലാം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കടന്ന 2 ബെഡ്റൂം, വാവൻ്റെയും നമ്മളെയും ബെഡ്റൂം മാത്രം ഒന്ന് തട്ടി ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും എനിക്ക് അകത്തൊന്നും ചെയ്യാനില്ല. അതിൻ്റെ ഇടയിൽ നമ്മളെ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ദം ബിരിയാണിയും ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയും എല്ലാം നമ്മൾ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ്. ബീഫ് ബിരിയാണിയും എല്ലാത്തിൻ്റെ കേട്ടോ. നിങ്ങൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കാം. അപ്പോൾ ഇനി ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് കിച്ചൺ ഒന്നൊന്ന് നീറ്റാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇന്ന് അറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 7:30 കേട്ടോ. ആണുങ്ങൾക്ക് പള്ളിയിൽ നമസ്കാരം 7:30. അപ്പോൾ ഒരു 7:45 8 മണിയോട് കൂടിയിട്ട് നമുക്കും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട്, വാവയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഒന്നു കൊടുക്കുക, നിസ്കാരത്തിന് കയറുക, അത്രയേ ഉള്ളൂ. നല്ല ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം അതിനുള്ളൊരു ഗ്യാപ്പും കൂടെ കണ്ടെത്തണം. അപ്പോൾ റഫീഖ കുളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പം ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ആളുകളൊക്കെ വരാൻ തുടങ്ങി, എനിക്ക് അതിന് ഗ്യാപ്പ് കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ ഒരു കമ്മലില്ലേ, അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. 100 സംതിങ് 200 സംതിങ് അങ്ങനെ എന്തോ ആണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ എന്തായാലും ലിങ്ക് കൊടുക്കാം. അത് നല്ല നന്നായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ കാതിലിട്ട ഒരു വെയിറ്റും ഇല്ല കേട്ടോ. നല്ല സുഖം ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സിനും ചേരുന്ന ആ ഒരു രീതിയിലുമാണ് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് 160 രൂപ അങ്ങനെ എന്തോ വരുന്നുള്ളൂ. 160 120 അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഈ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള കമ്മൽ തന്നെയാണ്. അതിങ്ങനെ ഒരു ചെയിൻ ഇങ്ങനെ നീണ്ടു വന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ സ്റ്റാർ, പിന്നെ അങ്ങനത്തെ പല ഷേപ്പിലായിട്ടുള്ള സ്ക്വയർ, അങ്ങനെയൊക്കെ ട്രയാങ്കിൾ, അങ്ങനെ പല ഷേപ്പിലായിട്ടുള്ള ആ ഒരു ബീഡ്സ് വരുന്നത് അങ്ങനെ കേട്ടോ. അത് വരുന്നത് രണ്ടാമത്തെ കമ്മൽ. അതൊരു 3-4-5 സെറ്റ് വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. എല്ലാ ഡ്രസ്സിലേക്കും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. സിമ്പിളായിട്ടും പാർട്ടിയിൽ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
പാർട്ടി വെയറിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമേ. പിന്നെ ഇതാ ഈ ഒരു റിങ് കളക്ഷനാണ് കേട്ടോ. ഇത് 160 രൂപയാണ് വരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇതിലൊരു 10-20 മോതിരമുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് 1-2 വെച്ചിട്ട് യൂസ് ചെയ്യാം. എന്താ പറയുക, വിരൽ ഫുള്ള് യൂസ് ചെയ്താലും സിമ്പിളായിട്ട് തന്നെ കിടന്നോളൂ കേട്ടോ. അങ്ങനത്തെ ഒരു 10-20 മോതിരം അതിലുണ്ട്. ഇതിന് മൊത്തത്തിൽ റേറ്റ് അത്രയും വരുന്നുള്ളൂ കേട്ടോ. അത് നല്ല ട്രെൻഡി ആയിട്ടുള്ള റിങ്ങുകളാണ് കേട്ടോ അതിലൊക്കെ വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് എന്തിൻ്റെ കൂടെയും വെയർ ചെയ്യാൻ പറ്റുന്ന റിങ്ങുകളാണ് കേട്ടോ. അപ്പം ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ. ഞാൻ പറഞ്ഞിതാക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി വെക്കുക, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് നോക്കിയിരുന്നു, പക്ഷെ ലാസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓർഡർ ആക്കിയപ്പോൾ അതിൻ്റെ ഡേറ്റ് കാണിച്ചത് 2, അതുപോലെ തന്നെ ജൂൺ 2, അതുപോലെ തന്നെ 30 ഒക്കെയാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അള്ളാ എന്തായാലും ഇനിയിപ്പം ഇതിന് കിട്ടൂലേ, ഈദാകുമ്പോഴത്തേക്കും കിട്ടൂലേ എന്ന് വിചാരിച്ചു. പക്ഷേ 2 ദിവസം ഇപ്പുറത്തേക്ക് കിട്ടിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഈദിൻ്റെ തലേ ദിവസം എനിക്കെല്ലാം കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വള ഞാൻ ഓർഡർ ആക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. വേണോ വേണ്ടോ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന് പിന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ ഫാൻസി പോയിട്ട് വാങ്ങിയില്ലേ, അപ്പോൾ ഈ ഒരു പച്ച വളയാട്ടോ വാങ്ങിയത്. പച്ചയും അതുപോലെ തന്നെ ആ ഒരു ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അതും. കാണുന്നില്ല, ഇതിൽ കാണുന്നില്ല. നിങ്ങൾ ക്യാമറയിൽ ഇങ്ങോട്ടേക്കാ, കുറച്ച് അങ്ങോട്ടേക്ക്. ഓക്കെ, അത് കാണിക്ക്. ഓക്കെ, അടിച്ചോ. സ്മെല്ല് വലൈക്കും അസ്സലാം. ബൈക്കാ? അപ്പം അങ്ങനെ റഫീഖ പള്ളിയിൽ പോയി. നമ്മളും പെരുന്നാൾ നമസ്കാരം എല്ലാം കഴിഞ്ഞു. ഇനി ആരെങ്കിലും വരുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡ്രിങ്ക്, ഞാൻ പൈനാപ്പിൾ, ഞാനതിന് വേണ്ടിയിട്ട് ഒരു പിസ്ത എസൻസ് വാങ്ങിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധനങ്ങൾ വാങ്ങിയപ്പോൾ. പക്ഷേ റഫീഖ് എന്തായാലും 3-4 പൈനാപ്പിളും കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അത് വെറുതെ ഇരുന്ന് വേസ്റ്റ് ആവും, പെട്ടെന്ന് ചീത്തയായി പോകില്ലേ. കറക്റ്റ് പഴുപ്പുമായിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കുകയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പൈനാപ്പിൾ വെച്ചിട്ട് ജ്യൂസ് ആക്കാം. ഇനിയിപ്പോൾ അത് തികയാണ്ട് വരികയാണെങ്കിൽ ഒരു എസൻസ് വെച്ചിട്ട് പാലൊക്കെ വെച്ചിട്ട് ഡ്രിങ്കും ഉണ്ടാക്കാം, അങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അതാ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. എനിക്ക് ഡ്രസ്സ് ചുരിദാർ മാറാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് നമ്മൾ മേലാകുന്ന പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി വെച്ച് ഇതേ ഉള്ളൂ ഇനി മണി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബീഫ് ചട്ടിയിലിടുക, അങ്ങനത്തെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ട് അരച്ച് വെച്ചിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ട് ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് 1-2 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റഫീഖാൻ്റെ അമ്മോനും മോനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പായസം കൊടുക്കുകയാണേ. അപ്പം ഞാൻ റഫീഖ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ചെറിയൊരു ഗിഫ്റ്റ് ഇത്തവണ ഞാൻ റഫീഖാക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു ബ്രാൻഡ് സ്പ്രേ ആയിരുന്നു. അപ്പോൾ റഫീഖാക്ക് നല്ല ഇഷ്ടമുള്ള ബ്രാൻഡാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കേട്ടോ. പള്ളിയിലൊക്കെ പോകുമ്പോൾ സ്പ്രേ അടിച്ചിട്ട് പോകാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നിങ്ങൾ എൻ്റെ എല്ലാ വ്ളോഗിലും എല്ലാ പ്രാവശ്യത്തെ വ്ളോഗിലും കാണുന്നവർ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഓരോരുത്തരെയും പറയേണ്ട ആവശ്യം ഇനി ഉണ്ടാവില്ല. അപ്പോൾ ചിലർ ബിരിയാണി കഴിക്കുന്നുണ്ട്, ചിലർ പായസം കുടിക്കുന്നുണ്ട്, ഉണ്ണിയപ്പം കഴിക്കുന്നുണ്ട്. ഈ പ്രോസസ്സ് ഇങ്ങനെ വൈകുന്നേരം വരെ രാത്രി വരെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. പായസം, ഉണ്ണിയപ്പം, ബിരിയാണി, അങ്ങനെ. എന്തായാലും പായസം എങ്ങനെയുണ്ട്? ഈ കുടിക്കില്ലേ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നല്ലതാ? മോശമാണെങ്കിൽ പറഞ്ഞോ.
പറയേ സൂപ്പറാ. ഓനോൻ്റെ കണ്ണട അവിടെ വെച്ച് മറന്നിട്ടേ അവിടെ ആസ്വദിക്കാൻ പറ്റണില്ല. കൈ കാണിക്ക് മൈലാഞ്ചി. എന്താ എഴുതിയില്ലേ? ഇന്ന് പോകുന്നുണ്ടോ? ആ ആ ഓന് ആദ്യം പായസം വേണ്ട പറഞ്ഞേ. ഇപ്പൊ കുടിക്കണോക്ക് ആ ഇന്നൊന്നും അറിവില് പെട്ടാ പിന്നെ നോക്കണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തലേ ദിവസമല്ല അതിൻ്റെ തലേ ദിവസം ഞാൻ നിങ്ങൾക്ക് റെസിപ്പി തന്നിട്ടുണ്ടായിരുന്നില്ലേ പുഡിങ്ങിൻ്റെ. അപ്പോൾ ആ പുഡിങ്ങും ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുപ്പിച്ചായതുകൊണ്ട് പിന്നെ വേറെ പുഡിങ് ഉണ്ടാക്കിയിട്ടില്ല. മാങ്ങ പുഡിങ്ങും അതുപോലെ തന്നെ പൈനാപ്പിൾ പുഡിങ്ങും ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ പുഡിങ് വേണ്ടവർക്ക് അതും കൊടുക്കുന്നുണ്ടേ. കുറേ നേരമായിട്ടോ ഞാനൊന്ന് ചുരിദാർ മാറ്റട്ടെ എന്ന് വിചാരിച്ച് കയറാൻ നിൽക്കുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ വരും കേട്ടോ. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഏത് ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇനി കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഞാൻ ക്ലോത്ത് എടുത്ത് തയ്പ്പിച്ചതാട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ക്ലോത്തിനും ഈ ഒരു ലേസിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് 1000 രൂപയാണ് കേട്ടോ. കറക്റ്റ് 1020. പിന്നെ തയ്യൽ കൂലി 700 രൂപ. 1700 ആട്ടോ എനിക്കിതിന് ഈ ഒരു ഡ്രസ്സിന് ടോട്ടൽ റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ എനിക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഇടുകയും ചെയ്യാം. ഞാൻ കാണിച്ചു തരാം ഇട്ട് കഴിഞ്ഞിട്ട്. നമുക്ക് സിമ്പിളായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടും ഒരു സിമ്പിൾ പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ളത് നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് സിമ്പിളായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിലും താഴെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. ഫ്ലെയർ ആണ് തയ്പ്പിച്ചിട്ടുള്ളത്. പിന്നെ ഷോളിൻ്റെ 4 സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 സൈഡിൽ ലൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഇങ്ങനെ എന്താ അതിന് പറയുന്നത് എനിക്കറിയില്ല. അതും കൊടുത്തിട്ടുണ്ട് 4 സൈഡിലും. അപ്പോൾ ഒന്നുകൂടെ ആ ഒരു റെഡിമെയ്ഡ് ലുക്ക് വരുമല്ലോ, കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒന്ന് ഹെവി ആക്കാൻ വേണ്ടിയിട്ട് ഷോളിനെ മാത്രം കേട്ടോ. സിമ്പിളാണ്, എന്നാൽ ഇച്ചിരി കൂടെ നമുക്കൊരു ഫങ്ഷനൊക്കെ ഇടണമെങ്കിൽ ആ ഒരു ലുക്ക് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ. അപ്പോൾ എൻ്റെ വള ഞാനൊന്ന് സെറ്റാക്കി നോക്കുക. പക്ഷേ ഗ്രീൻ ഇടുമ്പോൾ അല്ലേ, ഞാനിതിലേക്ക് ഗ്രീനാണ് കുറച്ചുകൂടെ സെറ്റാവുക എന്ന് വിചാരിച്ചു, ഗ്രീനും കൂടെ ചെല്ലുമ്പോൾ. പക്ഷേ ഗ്രീന് വള ചെല്ലുമ്പോൾ അത്ര ഭംഗി കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഗ്രീൻ അങ്ങോട്ട് മാറ്റി വെച്ചു. അത് ചേരുന്നില്ല. ചേരാത്ത നമ്മൾ വെറുതെ ഇടണ്ടല്ലോ. ഞാൻ ആ ഗോൾഡൻ പകുതി ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അതും അതിൻ്റെ സൈഡിൽ ആ ഒരു തൂക്കം വരുന്ന സംഭവമല്ലേ, അങ്ങനെ സെറ്റാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയായിട്ടും ആ ഒരു ഗ്രീൻ എനിക്ക് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല കേട്ടോ. ഒരു എന്താ പറയുക, ചേരാതെ പ്രത്യേകിച്ച് ഗ്രീനല്ലേ. പക്ഷെ ഗ്രീനിലേക്ക് ഗ്രീൻ വരുമ്പോൾ അത് അത്ര ഒരു ഭംഗി കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ ഗോൾഡൻ വരുമ്പോൾ നല്ല ഭംഗിയും കിട്ടുന്നുണ്ട്. അത് മാത്രമായിട്ട് ഇടുമ്പോൾ. അപ്പം അങ്ങനെ സെറ്റാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ പെരുന്നാളിൻ്റെ അന്ന് കുക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ വളയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഡ്രസ്സും അതുപോലെ തന്നെ ഒരുങ്ങിയിട്ട് പിന്നെ വളയൊക്കെ ഇട്ടിട്ട് അതിലേക്കുള്ള ആക്സസറീസൊക്കെ ഇട്ടിട്ട് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ഡ്രസ്സിലേക്ക് നമുക്ക് ചേരില്ലല്ലോ, അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സിലേക്ക് ഇടാറില്ല. പക്ഷേ ഞാൻ അതിനും കൂടെ കണക്കാക്കിയിട്ടാട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ചുരിദാർ ഇപ്രാവശ്യം തയ്പ്പിച്ചത്. ഡ്രസ്സ്, അതുപോലെ തന്നെ വള, മൈലാഞ്ചി, ഇത് 3ഉം കൂടിയാൽ പിന്നെ പറയണ്ടല്ലോ. ആ ഒരു നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും അന്നത്തെ ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ആ മൈലാഞ്ചിയിൽ നോക്കിയിട്ടും ആ ഒരു എന്താ പറയുക, നമ്മൾ ഒരുങ്ങിയ ആ ഒരു ഭയങ്കര പൊലിവിലായിരിക്കും കേട്ടോ അന്നത്തെ ദിവസം മുഴുവൻ ഉണ്ടാവുക. ശരിക്കും നമ്മൾ നല്ല എനർജിയിൽ തന്നെയായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ പോവുക. അപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ ഞാൻ വളം ഒന്ന് സെറ്റാക്കി ഇട്ടത്. ഇനി നമ്മളെ ഈ കമ്മൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. കാണുമ്പോൾ ഹെവി ആയിട്ട് തോന്നും, പക്ഷേ ഇല്ല കേട്ടോ. കമ്മൽ ഹെവിയേ അല്ല. എനിക്കങ്ങനെ ഇങ്ങനെ ഹാങ്ങിങ് കമ്മലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുരിദാറിന് എല്ലാവരും ഇടുന്നത് കാണുന്നില്ലേ. അപ്പോൾ നമ്മൾ ആ ചുരിദാറിന് വേറെ ഒന്നും വേണ്ട, ആ ഒരു വലിയൊരു കമ്മൽ മാത്രം ഇട്ടാൽ മതിയാവൂലേ. പക്ഷേ എന്ത് പറഞ്ഞാലും എനിക്ക് ചില കമ്മലൊന്നും എനിക്ക് ചേരാറേ ഇല്ല കേട്ടോ. സ്റ്റഡ് നല്ല അടിപൊളിയായിട്ട് ചേരും, പക്ഷേ ചില ഹാങ്ങിങ് കമ്മൽസ് എനിക്ക് ചേരുകയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് വാങ്ങും, എന്നിട്ട് അവിടെ വെക്കും. അത് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാവുകയില്ല കേട്ടോ. അത് മുഖത്തിന് ചേരാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് ചേരുന്നുണ്ട്. എല്ലാം ചേരാത്ത പോലെ ഇത് നിൽക്കുന്നില്ല കേട്ടോ. നല്ല രസമുണ്ടായിന്, മാഷാ അല്ലാ. പിന്നെ
വെയിറ്റ് ഇല്ല അത്. എനിക്ക് ഈ കമ്മലിൻ്റെ ഇങ്ങനെ തൊട്ടി എന്ന് പറയില്ലേ, ഈ കുത്തിയ സാധനം, അത് കുറവാട്ടോ. അപ്പോൾ തന്നെ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക് ഇടുന്ന സമയത്ത്. പക്ഷെ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. വലിയ വെയിറ്റും ഇല്ല, നമുക്ക് ഇട്ട് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല, എന്നാൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു കമ്മലും ഉണ്ട്. അത് മാത്രം മതി. പിന്നെ ഞാൻ ഇതായതുകൊണ്ട് വളയും കൂടെ ഇട്ടുവന്നേ ഉള്ളൂ. പിന്നെ റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ ഇത് ഞാൻ ഇതിന് വാങ്ങിയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ, അതിൻ്റെ ഒരു ഷൂ ആണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഡ്രസ്സിലേക്ക് ആ ഒരു ഷൂ ഇട്ടിട്ട് അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ചെരുപ്പ് തന്നെയാണ് അതിലേക്കൊരു മാച്ചായിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെ ആ ഒരു ചെരുപ്പാട്ടോ ഞാനിട്ടത്. ഈ ഡ്രസ്സിലേക്ക് ഞാൻ അതാണ് ഇട്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇത് ഡ്രസ്സ് കേട്ടോ. ഞാൻ തയ്പ്പിച്ചിട്ടുള്ള വീട്ടിൽ യൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്പ്പിച്ചിട്ടില്ല കേട്ടോ. വീട്ടിൽ യൂസാക്കാനല്ല, വീട്ടിൽ യൂസ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇടാൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ മാറ്റി റെഡിയായിപ്പൊക്കെ വന്നപ്പോഴത്തേക്കും ഉപ്പയും ആങ്ങളെയും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർ പുഡിങ് മതി എന്ന് പറഞ്ഞേ. അപ്പം അങ്ങനെ അതാ മാങ്ങ പുഡിങ് കഴിക്കുകയാണ്. ഈ പെരുന്നാക്കില്ലേ ചിലരൊന്നും എത്തിപ്പെടൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അവനവൻ്റെ പള്ളിയിൽ ഈ ഒരു പെരുന്നാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നമസ്കാരം, അതുപോലെ തന്നെ അറവിൽ കൂടുക, അതിൽ നമ്മൾ പങ്കെടുക്കുക എന്നൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു അവരുടെ പള്ളിയിൽ ഒക്കെ നമുക്ക് കൂടേണ്ട, നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് ആ ഒരു കാര്യത്തിന് വേണം പോകണം. അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും എത്തിപ്പെടില്ല കേട്ടോ. വൈകുന്നേരം ഒക്കെ ആയിട്ടാണ് പിന്നെ എല്ലാവരും വരിക. അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. നമ്മൾ ബീഫ് അതൊന്ന് ചട്ടിയിലിടാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അവർ എല്ലാവരും വരുന്ന സമയത്ത് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി അങ്ങനെ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ നമ്മളെ ചട്ടിയിലേക്ക് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഒഴിച്ചു, നമ്മൾ ബീഫ് ഇട്ടു. ഇനി ഇന്നലെ വേവിച്ച് ഞാൻ വറ്റിച്ച് വെച്ച ബീഫാണ്. ഇനി അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അവിടെ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് വരട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ റഫീഖാനൊന്നും ഈ ഒരു സമയത്ത് നോക്കുക വേണ്ട കേട്ടോ. ഒരു മണി ഇനി പോലീസുകാരൊക്കെ വരുന്ന സ്റ്റേഷനിൽ നിന്നൊക്കെ ആളുകൾ വരുന്ന ആ ഒരു ടൈമിലേക്ക് അപ്പോഴത്തേക്കും ഞാൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് വരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1:30 ആയപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ എത്തും, 1 മണി ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടിയില്ലൊരു 12:45 ആയപ്പോൾ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ ജ്യൂസിലേക്ക് ഞാൻ കുറച്ച് ലെമൺ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ ആ കുടിക്കുന്ന സമയത്ത് ആ ഒരു ചെറിയ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയൊരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും. അപ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. പിന്നെ അവർ വരുന്ന സമയത്ത് ചെറിയൊരു ഗ്ലാസ് നമ്മൾ ആ ഒരു ജ്യൂസ് എന്തായാലും കൊടുക്കും. പിന്നെ വേണ്ടവർക്ക് വൈകുന്നേരം ഒക്കെ എടുത്തിട്ട് കുടിക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാട്ടോ ജ്യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ അടുത്തുള്ള കുട്ടികളാണ്. അപ്പോൾ അവരിതാ പായസമൊക്കെ കുടിക്കുകയാണ്. നിങ്ങൾ ഷാനുവിൻ്റെ പേജ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ മൈലാഞ്ചി ഇടാൻ തുടങ്ങിയപ്പോൾ അത് പറയാൻ വേണ്ടി വിട്ടുപോയതാ. അപ്പോൾ അങ്ങനെ അവർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം റഫീഖ് വന്നപ്പോൾ ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ 1-2 ഞാനിത് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൈലാഞ്ചി കളർ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് വൈകിയിട്ടുണ്ട് നല്ല കളറാകാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം കേട്ടോ നല്ല ഡാർക്കായിട്ട് വന്നത്. ഇതിൻ്റെ അന്നിങ്ങനെ കളറായി വരുന്നേ ഉള്ളൂ. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കളറായിട്ട് വന്നു കേട്ടോ. എനിക്ക് തോന്നി തലേ ദിവസം തന്നെ ഇടായിരുന്നു കേട്ടോ. തലേ ദിവസം ഇട്ടാൽ ഒന്നും കൂടെ നല്ല കളറായിട്ട് പിറ്റേ ദിവസത്തേക്ക് കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ, നമുക്ക് ടൈം കിട്ടില്ല, പലതും വന്നു പെടും. അങ്ങനെ സമയത്തിൻ്റെ ഒരു നല്ല പ്രശ്നമുണ്ടാവും. നമ്മൾ വീട് ക്ലീനാക്കലും ഒരുക്കങ്ങളും എല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാ ഇനി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുക്കുകയാണ് കേട്ടോ. എല്ലാം എനിക്ക് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിലരൊക്കെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ചിലതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ നമ്മളെ ബീഫൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ തിങ്കളാഴ്ച വീഡിയോ തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ശനിയും ഞായറും ആയിരുന്നല്ലോ, വെള്ളി നമ്മൾ ഇതിരാവിൻ്റെ വീഡിയോ തരാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ ഒരു തിരക്കും ആ ഒരു ദിവസം അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് തരാമെന്ന് വിചാരിച്ചത്. അതാണ് ഒരു ദിവസം നമ്മൾ വൈകിയത്. നമ്മൾ മാംഗോ പുഡിങ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയവർ എല്ലാവരും ഒന്ന് കമൻറ്റിൽ പറയണേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോന്ന്. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പറ്റലുണ്ടാവില്ല, മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പം.
പുഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കില്ലല്ലോ. പക്ഷെ മാങ്ങ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ എല്ലാവരും. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പോയി. അതിനുശേഷം നമ്മളും ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പം ഞാനും വാവയും റഫീക്കയും കല്യാണിച്ചും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇഷ്ടമല്ല പതുക്കെ ഉണക്ക് എന്നാ അവിടെ റെഡി ആയിക്കോളും. ഒന്ന് കഴിക്കണമെങ്കിൽ രണ്ടും കൂടെ അപ്പൊ ബൈ ബൈ വാലേക്കും അസ്സലാം. ഇത് നമ്മൾ രാത്രിയിലാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.